നമ്മൾ പുതിയൊരു സ്നേക്ക് ഹെഡ് വെറൈറ്റിനെ കളക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ചെന്നാ മറൂലിയസ്, ചേരാൻ, ബുൾ ഐ സ്നേക്ക് ഹെഡിനെയാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ലോക്കലി അവൈലബിൾ അല്ല. തെക്കൻ ജില്ലകളും അതേപോലെ തന്നെ വടക്കൻ ജില്ലകളിലൊക്കെ കാണപ്പെടാറുണ്ട് ഈ സാധനം. നമ്മളിവിടെ അങ്ങനെ കോമൺ ആയിട്ട് കാണണമെന്നില്ല. നമ്മളിവിടെ വട്ടോനും അതേപോലെ തന്നെ നാടൻ വരാലൊക്കെ ധാരാളമായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. പുലിവാകയാണെങ്കിലും ഇവിടെ കാണില്ല, ചേരാനും ഇവിടെ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചേരാന വാങ്ങിക്കാൻ പോവുകയാണ്. നമ്മളൊരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ അത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുകയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ നാടൻ വരാലിനെയും ചേരാനെയും അതേപോലെ തന്നെ പുലിവാകേനെയൊക്കെ ഒരുമിച്ചിട്ട് വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ചേരാനും കൂടി നമ്മൾ കയ്യിൽ കിട്ടിയതിന് ശേഷം തീർച്ചയായിട്ടും അത്തരത്തിൽ വീഡിയോ ചെയ്യാം. വെൽക്കം ബാക്ക് ടു ആദം ഫാംസ്. ചേരാൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് മുന്നേ അത് നമ്മൾ കളക്ട് ചെയ്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. പൊന്നാനിയുള്ള അറ്റ്ലാന്റിക് ഫിഷ് ഷോപ്പിൽ നിന്നാണ് നമ്മളത് കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സുഹൃത്തായിട്ടുള്ള ഇസ്മായിൽക്കാരുടെ സംരംഭമാണത്. ഒരുപാട് വെറൈറ്റി ഫിഷസുകൾ അവിടെ ഉണ്ട്. ഞാൻ പോയപ്പോൾ തന്നെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷും ഷവൽ നോസ് ക്യാറ്റ് ഫിഷും പിന്നെ ഈ ചേരാനും, സാധാരണഗതിയിൽ ഈ ചേരാനും നമുക്ക് തെക്കൻ ജില്ലകളിലൊക്കെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ്, ചൂണ്ടിട്ട് പിടിക്കുന്ന ഒരു ഫിഷാണ്. പക്ഷേ ഇവിടെ എനിക്ക് അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് പുലിവാകയും ചേരാനൊന്നും അവൈലബിൾ അല്ല. നമുക്ക് നാടൻ വരാലും വട്ടോനും നല്ല രീതിയിൽ ലഭിക്കാറുണ്ട്. മറ്റുള്ള വെറൈറ്റികളൊന്നും കിട്ടാറില്ല. വടക്കൻ ജില്ലകളിൽ ചേരാൻ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ചേരാന വാങ്ങിക്കുന്നത്. പിന്നെ അതുകൂടാതെ പ്ലാറ്റി വെറൈറ്റികൾ, ടെട്ര വെറൈറ്റികൾ, കാർപ്സ്, ഏഞ്ചൽസ്, പിന്നെ ഓസ്കേഴ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ ഒരു അടിപൊളി അക്വേറിയംസുകൾ, നമ്മളെ ബൗൾ അക്വേറിയംസുകളായാലും കർവ് ഷേപ്പുള്ള അക്വേറിയംസുകളായാലും പിന്നെ ഫിഷസിൻ്റെ ഫുഡ്, ആക്സറീസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ മറ്റുള്ള എനിമൽസോ പെറ്റ്സോ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവരത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. മാത്രമല്ല പെറ്റ് ഫുഡുകളൊക്കെ അവൈലബിൾ ആണ്. ക്യാറ്റ് ലിറ്റർ, ക്യാറ്റ് ഫുഡൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പീജൻ ഗ്രിറ്റ്, പീജൻ ഫുഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇസ്മായിൽക്കാരുടെ ഷോപ്പിൻ്റെ, അറ്റ്ലാന്റിക് ഷോപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടപ്പാൾ പൊന്നാനി റൂട്ടിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലാന്റിക് ഷോപ്പിൽ കയറുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മൾ ചേരാനൊക്കെ കളക്ട് ചെയ്ത നമ്മളെ ഫിഷ് ഷോപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി നമുക്ക് ചേരാൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ഡപ്പയിലാണ് ഞാൻ ചേരാനെ ഇട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ഡയറക്റ്റ് ടാങ്കിൽ കൊണ്ടുപോയിടാൻ പറ്റില്ല. കാരണം ഒരു ഫിഷ് എടുക്കുന്നുണ്ടോ, ആക്റ്റീവ് ആണോ എന്നൊന്നും അറിയണം. അപ്പോൾ ഏതാണ്ട് ഈ ഒരു വീഡിയോ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്, ഇതിൽ 10 ആഴ്ച. അപ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് അവർ ഫീഡ് എടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം 2 ചെമ്മീൻ കഴിച്ചു, പിന്നെ ഒരു 4 ചെമ്മീൻ കഴിച്ചു, പിന്നെ ഒരു പ്രാവശ്യം കോഴിയുടെ ലിവർ ഒരു ചെറിയൊരു പീസ് കഴിച്ചു. അപ്പോൾ ഇനി ഒരു 1-2 ആഴ്ച കൂടി ഇവിടെ ഇട്ട് അവർ പക്ക ആക്റ്റീവായി നല്ല രീതിയിൽ ഫുഡൊക്കെ എടുക്കൽ തുടങ്ങിയാൽ നമ്മൾ പുലിഭാഗം ഉണ്ടാക്കിയ ആ ടാങ്ക് പോലത്തെ ഒരു ടാങ്ക് നമ്മൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഈ ഏരിയയിൽ നമ്മളുള്ള കളക്ഷനൊക്കെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സ്നേക്ക് ഹെഡിനെ വളർത്തുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മസ്റ്റായിട്ടൊരു ടോപ്പ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് ഈവൻ നോർമലായാലും ശരി, അക്വേറിയം ആയാലും ശരി, ടാങ്ക് ആയാലും ശരി, അക്വേറിയം ആയാലും ശരി, മസ്റ്റായിട്ടുള്ളൊരു എന്താ പറയുക ടോപ്പ് പ്രൊട്ടക്ഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം. വെള്ളം ഇച്ചിരി അഴുക്കായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അത് നമ്മളിവിടെ കുറച്ച് ഊരുണ്ട്. ഇവർ കുറച്ച് സർവൈവിലിറ്റി കൂടുതലുള്ളത് കൊണ്ട് കറക്റ്റ് ആ ഒരു സൈഡിലെ മാർക്കിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇത് നമ്മൾ തെക്കൻ ജില്ലകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് ചൂണ്ടിട്ട് പിടിക്കുന്ന ചേരാറാണ്. ചെറുവലാറ്, ചേരാനെന്നൊക്കെ പറയും. ഗ്രേറ്റ് സ്നേക്ക് ഹെഡ്, കോബ്ര സ്നേക്ക് ഹെഡ്, ബുൾ ഐ സ്നേക്ക് ഹെഡ് എന്നൊക്കെ പറയും. ചെന്നാ മറൂലിയസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിം. അപ്പോൾ ഇത് ഞങ്ങളവിടെ അത്ര കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫിഷല്ല. നമ്മളിവിടെ കോമൺ ആയിട്ട് തീരെ കിട്ടൂല. മലബാറിൽ വടക്കൻ ജില്ലകളിൽ കുറച്ച് ഏരിയയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ട്, പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിരിക്കണം കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ നമുക്കിവിടെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചത്. സാധാരണ തെക്കൻ ജില്ലകളിലൊക്കെ ചൂണ്ടിട്ട് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫിഷാണ്. സ്നേക്ക് ഹെഡ് വെറൈറ്റികളിലെ ഏറ്റവും നീളം കൂടിയ ടൈപ്പ് എന്ന് കണക്കാക്കുന്ന വെറൈറ്റിയാണിത്, ചെന്നാ മറൂലിയസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ചേരാൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഫിഷ് ഷോപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. അധികം വൈകാതെ തന്നെ ചെന്നാ വെറൈറ്റീസിലെ 1-2 ബ്രീഡും കൂടി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. മുൻപ് നമ്മൾ കളക്ട് ചെയ്ത പോലെ ബൾക്കായിട്ട് കൊൽക്കട്ടയിൽ നിന്ന് പർച്ചേസ് ചെയ്യണതല്ല. നിലവിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് സ്നേക്ക് ഹെഡ് വെറൈറ്റികൾ സെയിൽ ചെയ്യണവരുണ്ട്.
അപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. മുൻപൊക്കെ ഞാൻ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, കിട്ടാനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കൊൽക്കട്ടയിൽ നിന്ന് അങ്ങനെ ഒരു ബൾക്കായിട്ടുള്ള പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് നാട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ 1-2 വെറൈറ്റിയും കൂടി നമ്മൾ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. കീപ് സപ്പോർട്ടിങ്, സ്റ്റേ ട്യൂൺഡ്, ബൈ ബൈ.